സാധാരണ നമ്മൾ ഇങ്ങനെ സ്റ്റേജിലോട്ടൊക്കെ വിളിക്കുന്ന സമയത്ത് മെന്റൽസ് ഷോയ്ക്കൊക്കെ ആൾക്കാരെ വിളിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പേടിയൊക്കെ വരും. അതായത് പേടിയൊന്നുമില്ലല്ലോ. എന്താ പേരെന്താ? മഹി. മഹിയുടെ ബർത്ത്ഡേ എപ്പോഴാണ് മഹി സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഓഗസ്റ്റ് 14. ആഹാ, ഓഗസ്റ്റ് 14 മഹി ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹിക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സമ്മാനങ്ങളോ എന്തെങ്കിലും ഓർമ്മകളോ ഒക്കെ മനസ്സിലുള്ളതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? മഹി സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ടോ? എന്തൊക്കെ സ്വപ്നങ്ങളെ കാണാറില്ല? ഉറക്കത്തിലാണ്. അതെന്താണോ മയക്ക് തട്ടി മാറ്റിയ സ്വപ്നമല്ല ചോദിച്ചാൽ? ഏത് സ്വപ്നം എല്ലാരും കാണും. എന്ത് സ്വപ്നം? ഡ്രീം ഇന്റർപ്രിട്ടേഷൻ എന്നൊക്കെ പറഞ്ഞ വലിയ സബ്ജക്റ്റാ. മഹാരഥന്മാരൊക്കെ എങ്ങനെ വാക്കുകളിൽ എങ്ങനെ പറയുന്ന ഒരു സ്വപ്നം പറ, ഒരു സ്വപ്നം. സന്തോഷമല്ലേ പറഞ്ഞു? ശരി, ഞാൻ സ്വപ്നം കാണുന്ന സമയത്ത് എനിക്ക് റൈറ്റിംഗ് ഓഫ് ഡ്രീം ജേർണൽ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. നമ്മൾ ഈ കാണുന്ന സ്വപ്നങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്കുന്ന, കുഴപ്പമില്ല, അത് താഴെ വെച്ചോ, നീ കംഫർട്ടബിൾ അല്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് ഇത് പിടിച്ചോ, ഇതെനിക്കൊന്ന് പിടിച്ചാ. ഡ്രീം ജേർണൽ റൈറ്റിംഗ് എന്ന് പറയുന്ന ഭയങ്കര രസമുള്ള ഒരു പ്രോസസ് ഉണ്ട്. നമ്മൾ ഈ കാണുന്ന സ്വപ്നങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ എഴുതി സൂക്ഷിച്ചു വെക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ എഴുതി വെച്ചൊരു സ്വപ്നമാണ്. ഇതൊരു കാര്യം ചെയ്യണം, മഹിയുടെ ഏറ്റവും ക്ലിയറസ്റ്റ് ആയിട്ടുള്ള ലൗഡസ്റ്റ് ആയിട്ടുള്ള വോയിസിൽ എല്ലാവർക്കും ഒന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കണം. എന്താണ് മോനെ ഇങ്ങനെ ടെൻഷൻ ആവണ്ട, റിലാക്സ്. ഇല്ലടാ, ഒന്നുമില്ലടാ, സീനൊന്നുമില്ല. നീ ചുമ്മാ വായിച്ചോ, ഉറക്കങ്ങ് വായിച്ചാൽ മതി. നിന്റെ ശബ്ദത്തിൽ വായിച്ചു, അതിൽ വേറൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, സാർ ഒന്ന് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അതൊന്ന് വായിച്ചു കൊടുക്കും. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ എഴുതിയ ഒരു ഡ്രീം ജേർണലാണ്. മഹി അതൊന്ന് പാസ് ചെയ്തോ. Today I had a dream where a birthday was being celebrated and someone saying happy birthday Mahi. Someone saying happy birthday Mahi. Then Suddenly I checked the calendar and the date was August 14. Thank you, sir. Thank you so much. Hey, thank you. Myself and my mentor, thank you. സാധാരണ നമ്മളിങ്ങനെ നമുക്ക് മണിച്ചിത്രത്താഴില് ലാലേട്ടനും സുധീഷേനും കൂടെ നടക്കുന്നുള്ള നടക്കമ്പ. ആരാ ലാലേട്ടൻ ഇതില്? അപ്പോഴേ നമ്മൾ സാധാരണ ഇങ്ങനെ മെന്റലിസം ആക്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് ഇങ്ങനെ വിചാരിക്കും, നമ്മളിപ്പോൾ എന്തെങ്കിലും കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കുമോ, അങ്ങനെ എന്തെങ്കിലും പേടിയുണ്ടോ?